ഹായ് ഫ്രണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഥവാ ലാഭവും നഷ്ടം എന്ന ടോപ്പിക്കിൽ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങിയപ്പോൾ അതിനുമേൽ 20% കൂടുതൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് എത്ര ശതമാനം കിഴിവായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ കാണാറുള്ളതാണല്ലേ, ചില പ്രോഡക്റ്റിൽ 20% കൂടുതലാണ്, 10% കൂടുതലാണ് എന്നൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് എത്രയാണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ടൂത്ത് പേസ്റ്റിന്റെ ആക്റ്റീവ് പ്രൈസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ 100 ആണ് എന്ന് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന് നമ്മൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ ഈ ഒരു ഫോർമുല തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. എത്രയാണോ ഫ്രീ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100 ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 20% കൂടുതൽ എന്നാണ് പറഞ്ഞത്. അപ്പം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 20 ആയിട്ട് എടുക്കാം. ഓക്കെ, കിഴിവ് ഇവിടെ എത്ര, അല്ല ഫ്രീ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 20 ആണ് എന്ന് എടുക്കാം. ഇനി ടോട്ടൽ ഞാൻ പറഞ്ഞു എന്താണ്, നമുക്കിവിടെ പ്രൈസ് അറിയത്തില്ല. അപ്പം അത് 100 എന്ന് എടുത്തു കഴിഞ്ഞാൽ 100ന്റെ കൂടെ 20% കൂട്ടി എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം അത് എത്രയായിട്ട് മാറും? 100 എന്നുള്ളത് 120 ആയിട്ട് മാറും. അപ്പം 100 + 20 ഓക്കെ, 120 എഴുതിയാൽ മതി. ഞാൻ ഇവിടെ ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. ഇൻറ്റു ഏത് ചെയ്യുക, 100. സോ 20/120 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ആവും. ഇവിടെ നമുക്ക് ഒരു 0 എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം അല്ലേ. ഈ മുകളിലത്തെ 2 zeros കട്ട് ചെയ്യാം. ഇനി 2/12 എന്ത് ചെയ്യുക, കട്ട് ചെയ്യുമ്പോൾ 2ൽ 12 എന്ന് പറയുന്നത് 6 times ആണ് അല്ലേ. ആ 6 എവിടെ എഴുതുക, മുകളിൽ എഴുതോ താഴെ എഴുതോ? വലിയ നമ്പർ എവിടെയാണോ അവിടെ വേണം ഈ 6 എന്ന് പറയുന്ന ആൻസർ എഴുതാനായിട്ട്. അപ്പം 12ന്റെ അവിടെ വേണം എന്ത് കൊടുക്കാൻ, 6 കൊടുക്കാൻ. അപ്പം എന്ത് കിട്ടും, മേളിൽ എന്താണ്, 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് എഴുതുമ്പോൾ 1/6 × 100 എന്ന് കിട്ടും. ഇനി വീണ്ടും നമുക്ക് 2ൽ കട്ട് ചെയ്യാലോ. 6നെ 2ൽ കട്ട് ചെയ്യുമ്പോൾ എത്ര ടൈംസാ, 3 times എന്ന് വരും. അതുപോലെ 100ന് 2ൽ കട്ട് ചെയ്താലോ 50 എന്ന് കിട്ടും അല്ലേ. അല്ലെങ്കിൽ ഇതിന്റെ പകുതികൾ എടുക്കാം. 100ന്റെ പകുതി 50, 6ന്റെ പകുതി 3. ഓക്കെ, ഇനി 50/3 എന്ത് ചെയ്യുക, മിക്സഡിലാക്കണം. കാരണം 50/3 നമ്മുടെ ഓപ്ഷനിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് 50/3 മിക്സഡിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ കിട്ടത്തുള്ളൂ. അപ്പൊ 50/3 എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. 50യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ആദ്യം എടുക്കുക. അപ്പൊ എത്ര ടൈംസാ, 1 ടൈംസേ ഉള്ളൂ അല്ലെ. എത്രയാ, 3. മൈനസ് ചെയ്യുമ്പോൾ 2 കിട്ടും. ഇനി 0 താഴോട്ട് കൊണ്ടുവരിക, 20 ആയി. 3ൽ 6 times 18. ബാലൻസ് എത്രയാ, 2. ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ മിക്സഡിലാക്കുമ്പോൾ യു ഷേപ്പ് ഓർത്തോണം. യു ഷേപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം എഴുതേണ്ടത് ഏതാണ്, 16 ആദ്യം എഴുതുക. അത് കഴിഞ്ഞ് എവിടെ എത്തി, 2ലെത്തി അല്ലേ. അപ്പൊ 2 എഴുതിയിട്ട് വേണം ഏതെഴുതാൻ, 3 എഴുതാനായിട്ട്. സോ 16 and 2/3. 16 കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ഓപ്ഷൻ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ 16 and 2/3% ആണ് ഇവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അല്ലാതെ 20% അങ്ങനെ ചിന്തിക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.